ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ഷാർജ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുന്ന വേറെ ടേസ്റ്റ്, നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന വേറെ ടേസ്റ്റ്. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ രാവിലെ തന്നെ ഒരു പാലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 3 രസകദളി പഴം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ രസകദളി പഴമുണ്ട്. അപ്പം നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. കാരണം കടയിൽ നമുക്ക് വേറെ ഇതൊക്കെ പഴങ്ങളൊക്കെ ചേർത്തായിരിക്കും അടിച്ചത്. അപ്പോൾ രസകദളി എന്ന് പറയുന്നത് നല്ല മധുരമുള്ള പഴവും നല്ല ടേസ്റ്റ് ഉള്ളതും കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ കേട്ടോ. പിന്നെ 100 ഗ്രാം നമ്മുടെ പീനട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കപ്പലണ്ടി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മളത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം, അത്ര മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇട്ടൊന്നും അടിച്ചൊന്നും എടുക്കുന്നില്ല. പിന്നെ ബൂസ്റ്റും കൂടി ചേർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബൂസ്റ്റും എനിക്ക് മറന്നു കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ ഞാൻ ബൂസ്റ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഒരു ടേസ്റ്റും കൂടെ കൂടിയായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, നമ്മൾ കുടിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് കാണുന്നവരൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ സപ്പോർട്ടുകളാണ് എനിക്ക് ഓരോ വീഡിയോസിനും വ്യൂസ് കൂടുന്നത്. അപ്പം പരമാവധി നിങ്ങൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ എനിക്കൊന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് 1 മാസം അടുപ്പിച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓറഞ്ച് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓറഞ്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് ഓറഞ്ചും പിന്നെ മുന്തിരിങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ ആപ്പിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഷാർജയ്ക്ക് ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ പീനട്ട് 100 ഗ്രാമാണ്ട് ഉണ്ടായിരുന്നു. അപ്പം 100 ഗ്രാമിൻ്റെ പീനട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്നിങ്ങനെ മാറ്റി വെച്ചാൽ മതി. പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ അധികം വെട്ടം ഇല്ലാത്തത്. പിന്നെ അനിയൻ വന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കാൻ, അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഇത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെട്ടയൊക്കെ കാണുള്ളൂ, അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങ അത്യാവശ്യം ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, കാരണം ഇത് എല്ലാവർക്കും നമ്മൾ 4 പേർക്ക് കുടിക്കാതെ ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനതൊന്ന് ഒരെണ്ണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഫ്രീസറിനകത്ത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത് നമ്മുടെ മുന്തിരിങ്ങയാണ് കേട്ടോ. പിന്നെ മുന്തിരിങ്ങയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത്, നമുക്കൊന്ന് ഷാർജ അടിച്ചാലോ എന്ന്. അപ്പം അമ്മ പറഞ്ഞെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ആപ്പിളിൻ്റെ പകുതി കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് അടിച്ചെടുക്കേണ്ട, അതൊന്ന് മാറ്റി കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഡെക്കറേറ്റിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഫ്രൂട്ടൊക്കെ ഇട്ട് അടിച്ചെടുക്കാമായിരിക്കും കാരണം, അപ്പോൾ നല്ല ടേസ്റ്റ് കാണുമായിരിക്കും. പക്ഷേ ഞാനിത് ട്രൈ ചെയ്യുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കി വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് മാറ്റി വെച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ ജാർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സാധാ അരയ്ക്കുന്ന ജാറാണ് കേട്ടോ എടുത്തത്. അതിൽ നമ്മൾ കുറച്ച് കപ്പലണ്ടി വാരിയിട്ട് കൊടുക്കുന്നുണ്ട്, കുറേ ഇടുന്നുണ്ട്, പിന്നെ പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പലണ്ടിയും പഴവും കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം, എന്ന് വെച്ചാൽ അതൊന്ന് എടുത്തിട്ട് ശേഷമാണ് നമ്മുടെ പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇത് നിറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. 100 ഗ്രാം മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ ഷാർജ പല രീതിയിലുണ്ടാക്കുമല്ലോ, നമുക്ക് കപ്പലണ്ടിയും പാലും പഞ്ചസാരയും മാത്രം ഇട്ട് അടിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പഴമൊന്നും ചേർത്തില്ലെങ്കിലും. പക്ഷേ ഇതെല്ലാം കൂടെ ചേരുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഇട്ടിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാല് പൊട്ടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഫോൺ ഒറ്റയ്ക്ക് കൊണ്ട് പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാലെല്ലാം അടിച്ച് ഒന്ന് കട്ടയായിട്ടിരുന്നതെല്ലാം ഒന്ന് കട്ടയെല്ലാം അടിച്ചൊന്ന് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മളിതൊന്ന് ഗ്ലാസ്സിലോട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും കുറച്ച് തികഞ്ഞു ബാലൻസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മുന്തിരിങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്, 4-5 കഷ്ണം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ മുന്തിരിങ്ങ മുന്തിരിങ്ങയിൽ നമ്മുടെ ഓറഞ്ച് അറ്റത്തായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു, നല്ല തണുപ്പും കൂടെ ആയിരുന്നു. പക്ഷേ ഞാൻ ഫുള്ള് കുടിച്ചില്ല, ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. പക്ഷേ അടിപൊളിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട്